കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെനിമിനിസിൻ്റെ സ്നേഹമന്ദിരം അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ലേവ്യാപുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 12-ാമത്തെ വചനം. വിശുദ്ധ മന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങുകയും തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കിയരുത്. അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേൽ ഇരിക്കുന്നു. ഞാൻ യഹോവയാം ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് പുരോഹിതവർഗം. മോശയിലൂടെ പുരോഹിതന്മാർക്ക് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വ്യവസ്ഥയാണ്, ഒരു നിയമമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം വിട്ട് അവർ പുറത്തിറങ്ങാൻ പാടില്ല. അഭിഷേക തൈലം ഒഴിക്കപ്പെട്ട ദൈവത്തിൻ്റെ പുരോഹിതൻ തൻ്റെ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. വിശുദ്ധ മന്ദിരം ശുദ്ധമാക്കാൻ പാടില്ല. അതിന് കാരണം പറഞ്ഞ് ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു. ദൈവവ്യവസ്ഥ പ്രകാരം, ദൈവത്തിൻ്റെ നിയമപ്രകാരം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം വിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ പുറത്തിറങ്ങിയാൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ കഴിയത്തില്ല. ദൈവവ്യവസ്ഥയ്ക്ക് പുറത്ത് ഇറങ്ങുന്ന വ്യക്തിയിൽ ആ ആത്മമണ്ഡലമല്ല, ആ അഭിഷേക മണ്ഡലമല്ല വസിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മീയ അന്തരീക്ഷത്തിൻ്റെ ആ മണ്ഡലത്തിനുള്ളിൽ തന്നെ വസിക്കാൻ, ആത്മീയ അന്തരീക്ഷത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ ഉള്ളിൽ തന്നെ വസിക്കണമെന്ന് തിരുവെഴുത്ത് പറയുന്നത്. വേദപുസ്തകം പറയുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവം അതിപരിശുദ്ധനായ ദൈവമാകുന്നു. അതുകൊണ്ടല്ലേ സാറാഫ് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു യഹോവ പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അത് കർത്താവിനെ കണ്ടുകൊണ്ടല്ല. അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ കാണുവാൻ ആർക്കും കഴിയത്തില്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ നാം തന്നെയാണ് കർത്താവിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ കൃപ നമ്മെ തേടി വന്നതുകൊണ്ട് വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ നമുക്ക് സാധിച്ചു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, പാപത്തെ തിരസ്കരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളെന്ന പദവി നമുക്ക് ലഭ്യമാവുന്നു. കർത്താവിനെ രക്ഷകനായ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ തന്നെ മഹത്വത്തിൻ്റെ പ്രത്യാശയ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവും വന്നു കഴിഞ്ഞു. ആത്മാവാകുന്ന കർത്താവ് വന്നു കഴിഞ്ഞു. സാത്താന്യ ആധിപത്യത്തിന് കീഴിൽ നിന്ന്, അതായത് സാത്താന്യ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു നാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ വേദപുസ്തകം പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞ ശേഷം നാം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി തീരുക. അപ്പോൾ ആ വിശുദ്ധ മന്ദിരമാകുന്ന നാം, ക്രിസ്തുയേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുമ്പോൾ, നമ്മുടെ ആത്മാവിനെ നാം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരത്തെ, ഈ ദേഹിയെ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ കർത്താവ് അതിപരിശുദ്ധനാണ്. കർത്താവ് വസിക്കുന്ന മന്ദിരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. ഇങ്ങനെ വിശുദ്ധിയിൽ തന്നെ നാം ആയിരിക്കണമെങ്കിൽ നമ്മുടെ ആത്മതലം മാറണം. ഭൗമിക അന്തരീക്ഷത്തിൽ തന്നെ നാം ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ തലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണം. ആത്മീയ അന്തരീക്ഷത്തിന് ചേഞ്ച് ഉണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിക്കണം, നിങ്ങൾ ശക്തി പ്രാപിക്കണം, നിങ്ങൾ ശക്തി ലഭിക്കണം, നിങ്ങൾക്ക് ശക്തി ഉണ്ടാകണം. ആ ശക്തി കർത്താവിങ്കിൽ നിന്നാണ്. ആത്മാവിനാൽ ജനിക്കപ്പെട്ട കർത്താവ് ജലസ്നാനം സ്വീകരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന് കണക്ക് ഇറങ്ങി വന്ന് കർത്താവിൽ വസിച്ചു. ആത്മസ്നാനം പ്രാപിച്ച കർത്താവിനെ ബൈബിൾ പറയുന്നു,
അപ്പോസ്തലപ്രവൃത്തികൾ 10:38 പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ ശക്തിയാലും യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു എന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സംസ്കാരം, അഭിഷേകത്തിൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ അവിടെ ഒരു സംസ്കാരം, ഒരു മരിച്ച ഒരു വ്യക്തിയെ ശവപ്പെട്ടിക്കുള്ളിൽ അടയ്ക്കുന്നത് പോലെ, സംസ്കരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാലും ദൈവശക്തിയാലും നാം സംസ്കരിക്കപ്പെടേണ്ടതാണ്. ആ അന്തരീക്ഷം വിട്ട് പുറത്തിറങ്ങാതെ വണ്ണം നമ്മുടെ ആത്മാവിനെ, പ്രാണനെയും ശരീരത്തെയും വിശുദ്ധിയോടെ സൂക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നാം അനുഭവിച്ചറിയും. ദൈവശക്തി കൂടാതെ, ദൈവത്തിൻ്റെ അഭിഷേകം കൂടാതെ ഒരിക്കലും ഒരു വിശുദ്ധനായി തീരാൻ സാധ്യമല്ല. ദൈവവചനം അറിയുന്നത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു മനുഷ്യൻ വിശുദ്ധനായി തീരുന്നില്ല. അവന് സ്വയം വിശുദ്ധനാകാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ലോകത്ത് സകല പേര് ശ്രമിച്ച് വിശുദ്ധരാകുമല്ലോ. അവൻ്റെ ദേഹിയുടെ തലങ്ങൾ, അവൻ്റെ വിചാരങ്ങൾ, വികാരങ്ങൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളും വശീകരിക്കപ്പെടുമ്പോൾ വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാവണം ആ തലം വിട്ടുമാറി ഈ ലോകത്തിൻ്റെ തലം, ലോകത്തിൻ്റെ പാപത്തിൻ്റെ അന്തരീക്ഷം, പാപത്തിൻ്റെ തലങ്ങൾ വിട്ടൊഴിയണമെങ്കിൽ പരിശുദ്ധാത്മ തലത്തിനുള്ളിൽ വസിക്കണം, അഭിഷേകത്തിനുള്ളിൽ വസിക്കണം, ദൈവശക്തിക്കുള്ളിൽ വസിക്കണം. പുരോഹിതന്മാർക്ക് പ്രമാണം കൊടുക്കുമ്പോൾ പറയുന്നത്, അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലമായ സംസ്കാരം അവൻ്റെ മേൽ ഇരിക്കുന്നു. ദൈവത്തിനൊരു സംസ്കാരമുണ്ട്, അഭിഷേകത്തിനൊരു സംസ്കാരമുണ്ട്, ഭജനത്തിന് സംസ്കാരമുണ്ട്, പരിശുദ്ധാത്മാവിന് സംസ്കാരമുണ്ട്, അതിൻ്റെ ഫലമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മിൽ അത് വെളിപ്പെട്ട് അത് പ്രദർശിക്കപ്പെടണമെങ്കിൽ വാക്കിൽ, പ്രവൃത്തിയിൽ, സ്വഭാവത്തിൽ, ഡീലിങ്സിൽ, ശുശ്രൂഷയിലൊക്കെ ഇത് വെളിപ്പെട്ട് വരണമെങ്കിൽ ഈ അഭിഷേകത്തിനെ കളിയാക്കാതെ, അഭിഷേകത്തിനെ മാർക്കിടാതെ, ദൈവശക്തിക്കെതിരായി സംസാരിക്കാതെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് നേരെ വിരൽ ചൂണ്ടാതെ ഇത് പ്രാപിച്ചെടുക്കാൻ കഴിയണം. നമ്മുടെ രാജ്യത്ത് അഭിഷേകം, ദൈവശക്തി, അതിൻ്റെ ഉണർവ് ഒക്കെ അത് വളർന്നു വരണമെങ്കിൽ, അത് വ്യാപിക്കണമെങ്കിൽ ദൈവജനം ഒറ്റക്കെട്ടായി ആത്മശക്തി പ്രാപിക്കണം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞാൽ, നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ടാണ് ശുശ്രൂഷ തുടങ്ങേണ്ടത്, ശക്തി പ്രാപിച്ചിട്ടാണ് ശുശ്രൂഷകൾ വെളിപ്പെടുന്നത്. ശക്തി പ്രാപിച്ചാൽ മാത്രമേ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. ദൈവശക്തി പ്രാപിച്ചാൽ മാത്രമേ രോഗികൾ സൗഖ്യമാവുകയുള്ളൂ. അല്ലാതെ കോര പ്രസംഗിക്കാൻ ആർക്കും കഴിയും, വചനം പ്രസംഗിക്കാൻ, വചനം അറിയുന്ന ആർക്കും കഴിയും. അതുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. കർത്താവ് പറയുന്നു, ദാഹിക്കുന്നവൻ ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന്. അപ്പോൾ അഭിഷേകത്തിൻ്റെ അത് പ്രാപിക്കുവാനും അഭിഷേകം നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടതിന് ഒരു ദാഹം വേണം. ഈ ദാഹം ഇല്ലാത്തവർക്ക് അഭിഷേകത്തിൻ്റെ ആഴങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാകത്തില്ല, ഗ്രഹിക്കത്തില്ല, അതിൻ്റെ തലങ്ങളൊന്നും മനസ്സിലാകത്തില്ല. ആ ദാഹം ഉണ്ടാകണം. ആ ദാഹം ദൈവാത്മാവിനാൽ ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ ക്രിസ്തു വിശ്വാസികൾക്ക് ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം കർത്താവായ യേശുവിനെ നമുക്ക് വേണ്ടിയാണ് തകർത്തു കളഞ്ഞത്. കർത്താവിന് കഷ്ടം വരുത്തിയതിൻ്റെ കാരണം കർത്താവിൻ്റെ പ്രാണൻ അകൃത്യയാഗമായി തീർന്നാൽ മാത്രമേ, നമുക്ക് വേണ്ടി അകൃത്യ യാഗമായി തീർന്നാൽ മാത്രമേ യേശുക്രിസ്തുവിലൂടെ അനേക സന്തതികളെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ സാധ്യമാകുള്ളൂ. അതുകൊണ്ടാണ് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ തന്നെ ദൈവം പരമയാഗമാക്കി തീർത്തത്. വേറെ ആർക്കും, ദൂതന്മാർക്ക് മരിക്കാൻ കഴിയത്തില്ല. മനുഷ്യന് വേണ്ടി പരമയാഗമാകുവാൻ മാനുഷ്യ സാദൃശ്യത്തിൽ ദൈവം തന്നെ വന്നാലേ മതിയാകത്തുള്ളൂ. ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് വേണ്ടി പാപയാഗബലി ആയിത്തീരാൻ കഴിയത്തില്ല. കാരണം എല്ലാ മനുഷ്യരും പാപികളാണ്. ആദാം തുടങ്ങി സകല മനുഷ്യരും പാപികളാണ്. അതുകൊണ്ട് പാപിയായ മനുഷ്യനെ കൊണ്ടെടുക്കാൻ കഴിയത്തില്ല. പ്രപഞ്ചത്തിൽ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ പുത്രനായ
യേശുക്രിസ്തുവിനെ പരമയാഗമാക്കി തീർത്ത് യേശുക്രിസ്തുവിലൂടെ അനേക സന്തതികൾ ആമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദം. ഈ സത്യത്തെ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ സത്യത്തെ പ്രസ്താവിച്ചുകൊണ്ട് നാം കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനാണ് ദൈവം നമുക്ക് അഭിഷേകം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയും അഭിഷേകവും അത് വിലയ്ക്ക് വിൽക്കുവാനോ ദ്രവ്യം സമ്പാദിപ്പാനോ സ്ഥാനമാനങ്ങൾക്കോ പദവികൾക്കോ ഉപയോഗിക്കരുത്. സൗജന്യമായി കർത്താവ് നൽകിയതാണ്. അത് സൗജന്യമായി തന്നെ ദൈവാത്മാവ് നമ്മെ ഉപയോഗിക്കേണ്ടതിന് നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ ഈ അഭിഷേകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവാണ് മനുഷ്യൻ ചേഞ്ച് വരുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനവും പരിജ്ഞാനവും തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ കൂടെ അല്ലാതെ കർത്താവിനെ അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവീയ ജ്ഞാനം, ദൈവീയ പരിജ്ഞാനം, ദൈവീയ വെളിപ്പാടുകൾ, ദൈവീയ ദർശനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ദൈവാത്മാവിനാൽ അല്ലാതെ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല. ദൈവീയ തലങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അധികമായി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുവെഴുത്ത് പറയുന്നത് പോലെ അഭിഷേക തൈലം വിട്ട് പുറത്തിറങ്ങുവാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാ അന്തരീക്ഷത്തിനുള്ളിൽ വസിച്ചുകൊണ്ട്, ആ തേജസ്സിൻ കീഴിൽ വസിച്ചുകൊണ്ട്, ദൈവമേ, ആ അഭിഷേക തൈലത്തിനുള്ളിൽ വസിച്ചുകൊണ്ട് അങ്ങയുടെ ജനം ക്രിസ്തുവിൽ മുന്നേറുവാൻ, ക്രിസ്തുവിനെ അനുഗ്രഹിപ്പാൻ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. എം എ